മേഘ, നമ്മുടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അദ്ദേഹം വെറുമ്പാക്ക് പറയാറില്ലല്ലോ. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരും എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ നടപടികളിലേക്ക് കാര്യമായി നീങ്ങുകയാണ് മുരളീധരൻ. എന്തു തോന്നുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ ഒരു ചടല നീക്കങ്ങൾ കണ്ടു? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് വളരെ മികച്ചൊരു നീക്കം തന്നെയാണ്. ആഷിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരെ കാണാനാണെങ്കിൽ പോലും ആ ക്യാമ്പസിനകത്തേക്ക് കയറുമ്പോൾ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്ര തിരക്കുള്ള ഒരു സ്ഥലമാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. അത്ര തിരക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ, തറയിൽ കിടത്തി ചികിത്സിക്കില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്നിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടത്തി ചികിത്സിക്കുകയാണെന്ന് പറഞ്ഞാൽ അത്രത്തോളം രോഗികളാണ് ഒരു ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിന് ചുറ്റും കിടക്കുന്ന മേഖലകളാണ് ഉള്ളൂർ, കുമാരപുരം ഏരിയകളൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ മാത്രമാണ് അവിടെ വരുന്നതെന്ന്. ഒരിക്കലുമല്ല. ഇപ്പോൾ കൊല്ലത്ത് നിന്നും അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും വരെ ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് ഇപ്പൊ ഈ കുമാരപുരം, ഉള്ളൂർ മേഖലകളിലെല്ലാം വീടുകൾ റെന്റിന് എടുക്കാൻ നോക്കുകയാണെങ്കിൽ എല്ലാ വീടുകളും മാഹി സ്വദേശികൾ വന്ന് താമസിക്കുന്ന വീടുകളാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി വരുന്ന ഒരുപാട് വ്യക്തികൾ അവിടെയുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ എഫിഷ്യൻസി അത്രയും വലുതാണ്. അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചിലപ്പോൾ അറിയപ്പെടുന്നത് ഒന്നോ രണ്ടോ മികച്ച ഡോക്ടർമാരുടെ പേരിലാണ്. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് തിരുവനന്തപുരത്തെ സൈക്യാട്രി ലൈക് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ അരുൺ സാർ. അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്ന അദ്ദേഹത്തിന്റെ OP എന്ന് പറയുന്നത് എപ്പോഴും ഫീൽഡ് ആയിരിക്കും, എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രഗത്ഭരായ കുറേ ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം കാണാൻ കുറേ പേഷ്യൻസ് ഉണ്ടാകും. അതും കൂടാതെ ഈ തുച്ഛമായ പൈസ മാത്രം ചിലവാക്കിയാണല്ലോ ചികിത്സ സർക്കാർ ആശുപത്രികളിലെല്ലാം. അതെ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഒരു ബിൽഡിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി നേഴ്സുമാരുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നേനെ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ആയിട്ട് നമ്മൾ കാഷ്വാലിറ്റി മെഡിസിനിൽ ചെന്ന് കയറുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ചെറിയൊരു മുറിവോ എന്തെങ്കിലുമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ വലിയ മുറിവുകളുമായി കിടക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ കയ്യിലൊരു മുറിവ് ആയിട്ട് സ്റ്റിച്ച് ഇടാനായിരിക്കും നമ്മൾ കാഷ്വാലിറ്റിയിൽ ചെല്ലുന്നത്. എന്നെ സംബന്ധിച്ച് ഈ മുറിവ് ഭയങ്കര വലുതാണെങ്കിൽ പോലും വലിയ റോഡ് അപകടങ്ങൾ സംഭവിച്ച്, വാഹന അപകടങ്ങൾ സംഭവിച്ച് ഒടിവും ചതവും ഒക്കെ ആയി കിടക്കുന്ന കുറേ പേര് അവിടെ ഉണ്ടാകും. അപ്പോഴൊക്കെ നമുക്ക് തോന്നും, ഒരു ഹോസ്പിറ്റലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തന്നെ തോന്നും. അവിടുത്തെ സ്റ്റാഫൊന്നും ജോലി എടുക്കാതെ ഓടി നടക്കുന്നതൊന്നുമല്ല. ഓടി നടന്ന് നിലത്ത് കാല് കുത്താൻ സമയമില്ലാതെ ഓടി നടന്ന് പണിയെടുക്കുന്ന സ്റ്റാഫിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് തീരുമാനമായതായിരുന്നു രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത്. അത് നേഷൻ ഫസ്റ്റിനോടൊപ്പമുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷം ഇതിന് ഒരു മുന്നോട്ടൊരു പോക്കുണ്ടായില്ല. അതിന് പിന്നാലെ ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് എന്നത് 10-15 വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരൻ വന്ന് ഇപ്പോൾ പറയുകയാണ് തിരുവനന്തപുരത്തിന് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വളരെ സ്വാഗതാർഹമാണ്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടക്കട്ടെ, നിർമ്മാണം പൂർത്തിയാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് മാത്രമല്ല, 100ഓളം മെഡിക്കൽ സീറ്റുകൾ ഉൾപ്പെടുത്തി MBBS ഒരു വിദ്യാഭ്യാസ മേഖലയായിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജിനെ ഉയർത്തുമെന്ന് ഒരു പ്രഖ്യാപനവും മുരളീധരൻ നടത്തിയിട്ടുണ്ട്. കൂടാതെ എനിക്കതല്ല, ഇപ്പോൾ മേഘ പറഞ്ഞപ്പോഴാണ് എനിക്കും അത് തോന്നിപ്പോയത്. കഴിഞ്ഞ 10 വർഷത്തിൽ ഇതുവരെ തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലീകരിക്കണമെന്ന് ഒരാളും പറഞ്ഞ് കേട്ടിട്ടില്ല. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ഉപകരണം വേണമെന്ന് ആവശ്യപ്പെട്ടൊരു ഡോക്ടർ വേട്ടയാടപ്പെട്ട നാടാണിത്. അപ്പോൾ ഒരു പുതിയ മെഡിക്കൽ കോളേജ് എന്നത് അവർ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം ഇപ്പോൾ നീറ്റ് എഴുതുന്നു, അല്ലെങ്കിൽ നീറ്റിന് മുൻപ് ആദ്യം
മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നു. അതിനുശേഷം MBBS വേണ്ടി ഒരു സീറ്റ് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ സീറ്റ് ആഗ്രഹിച്ച് നിൽക്കുന്ന കുട്ടികൾ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടാവുക ഒരുവിധം ഒരു 50% മേളിൽ ആൾക്കാർ ഫസ്റ്റ് ഓപ്ഷൻ വെക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ചു. അപ്പോൾ അവനിങ്ങനെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബിലോ ആവറേജിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഞാൻ ബിലോ ആവറേജിൽ പഠിക്കുന്നു, എക്സാം പാസ്സാവുന്നു, പുറത്തിറങ്ങുന്നു. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ സീനിയേഴ്സിനെക്കാളും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ എന്ന് പറയുന്നത് ഞാനാണ്. അതായത് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയും നല്ലതായിട്ട് പഠിപ്പിക്കുന്ന സ്റ്റാഫ് അവിടെയുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക മെഡിക്കൽ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അത്രയും നന്നായി പഠിപ്പിക്കും, അത്രയും എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ പുറത്തൊരു ജോലി എന്നുള്ളൊരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയൊരു അസറ്റാണ്. അപ്പോൾ കുറേ പേർ ആ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് ഉയർത്താനുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ പറയുന്നത് പോലെ 100 സീറ്റ് എനിക്ക് തോന്നുന്നു അതുപോലും തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്നാലും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇത് ഉയരുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഇത് മെറിറ്റിൽ സീറ്റ് നേടുന്നവർക്ക് ഏറ്റവും വലിയൊരു സുവർണാവസരമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ ഒരു പുതിയ ഒരു പുതിയ ഓപ്ഷൻ ആയിട്ട് ലഭിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയാണ്, അദ്ദേഹം നമ്മുടെ നാട്ടിൽ എയിംസ് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മീറ്റിങ്ങിലൂടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള മീറ്റിങ്ങിലൂടെ നമ്മുടെ കെ മുരളീധരൻ അതിൻ്റെ ഒരു കേരള എയിംസ് എവിടെ വരണം, അല്ലെങ്കിൽ ഇത്രത്തോളം അല്ലെങ്കിൽ 13ഓളം സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിയുടെ അടുത്തേക്ക്. അപ്പോൾ കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപിക്ക് ഇത് സഹിക്കാനാവുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ തിരക്കുകളുണ്ട്. ഈ പറഞ്ഞ സിനിമ ചെയ്യാൻ സാഹചര്യമില്ല. അദ്ദേഹത്തെ ദയവേദങ്ങ് തിരിച്ചുവിടുക. അദ്ദേഹത്തെ ഞങ്ങൾ സിനിമയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോ ഒറ്റക്കൊമ്പനൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്. അതെ, അതൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ബിഗ് സ്ക്രീനിൽ കണ്ടാൽ മതി. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് കാണുന്നത്. ആ പൂക്കിയ മുഖമല്ലാതെ ഇച്ചിരി പോക്കൃതൻ എന്നൊരു മുഖമാണ് കാണുന്നത്. അപ്പൊ അതൊന്നും കാണാൻ ജനത്തിന് ആഗ്രഹമില്ല. അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യം കാണാനും ബേസിക്കലി മലയാളികൾക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം നമ്മളൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്ന ഫേസ് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ രീതികൾക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ തിരികെ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയോ ഇവിടൊക്കെയോ കിടപ്പുണ്ടായിരുന്നു, നമ്മളത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് തന്നെയായാലും അദ്ദേഹം തിരിച്ച് സിനിമയിൽ വരട്ടെ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ പറഞ്ഞ വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം നല്ലൊരു MP ആണെന്നും തൃശ്ശൂരിന് അദ്ദേഹം ചെയ്ത സംഭാവനകളെ കുറിച്ച് പറയാനും നല്ലൊരു ശതമാനം ആൾക്കാരുണ്ടാകും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഇത്രയും ധാർഷ്ട്യം നിറഞ്ഞ ഞാനൊരു രാജാവാണ്, നിങ്ങൾ പ്രജകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിലേ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയും കുറച്ച് BJP നേതാക്കളും തമ്മിൽ കലുങ്ക് സംവാദം എന്നുള്ള ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഈ എയിംസ് എവിടെയൊക്കെ വരണം, അല്ലെങ്കിൽ തൃശ്ശൂർ ഒരെണ്ണം ഞാൻ കൊടുക്കാം, പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരെണ്ണം കൊടുക്കും, പിന്നെ ഒരു ആലപ്പുഴയ്ക്ക് വെച്ചേക്കാം. അപ്പൊ പിന്നെ മറ്റു ജില്ലക്കാർ ചോദിക്കുകയാണ്, ഞങ്ങളെന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ, ഞങ്ങളെന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ, ഞങ്ങൾക്ക് വേണം ഓരോ എയിംസ് വെച്ചത്. ശരി, എല്ലാവർക്കും തന്നിരിക്കുക എയിംസ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ പോലെ പറയുന്നത് ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ജില്ലകൾ തോറും എയിംസ് എന്നുള്ളതാണ് BJPയുടെ പുതിയ പദ്ധതി എന്ന രീതിയിൽ കലുങ്ക് സംവാദത്തിൽ ഇദ്ദേഹം കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇറക്കുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ഇദ്ദേഹം തുറന്നൊരു പറച്ചിൽ പറഞ്ഞു. കാരണം എയിംസിന്റെ കാര്യത്തിൽ എന്നെ മൊത്തത്തിൽ എല്ലാവരും തേച്ചു. എയിംസിന് കേരളത്തിൽ എവിടെ വന്നാലും ആ ക്രെഡിറ്റ് എനിക്ക് വേണം. എന്റെ അത്രക്കേറെ എയിംസിന്റെ പേരിൽ വേട്ടയാടിയിട്ടുണ്ട്, ട്രോളിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആ എയിംസ് വരുന്നതിന്റെ പേരിൽ എനിക്ക് അതിലൊരു ക്രെഡിറ്റ് വേണം, ആ ക്രെഡിറ്റ് ഞാൻ ഇങ്ങ് എടുക്കും എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതെ, ഇപ്പൊ ക്രെഡിറ്റ് ഒക്കെ ആര് വേണമെങ്കിലും എടുത്തോ. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടണം. എയിംസ് എങ്കിൽ എയിംസ്, അല്ലെങ്കിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകളെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ കൂടുതൽ ഫണ്ടെങ്കിലും അങ്ങനെ. എങ്ങനെയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. പണ്ടത്തെ സാഹചര്യം മാറി കൂടുതൽ മെച്ചപ്പെട്ട് കൂടുതൽ ഈ പറഞ്ഞ പിഴവുകൾ സംഭവിക്കാത്ത, തെറ്റുകളില്ലാത്ത, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.